സിമ്പിളായിട്ട് ബീറ്റ്റൂട്ട് അച്ചാറിടുന്ന രൂപമാണ് ഇന്ന് പറയുന്നത്. ആദ്യം ബീറ്റ്റൂട്ട് എടുക്കുക, എന്നിട്ട് അതിനെ ചെറിയ കുഞ്ഞു പീസുകളായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക. അതിനുശേഷം ഒരു ചട്ടി എടുത്തതിന് ശേഷം എണ്ണ അതിലോട്ട് ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കുറച്ചിടുക. കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ബീറ്റ്റൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്താലേ ബീറ്റ്റൂട്ട് നന്നായി പിടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഉപ്പ് ഇങ്ങനെ വേറിട്ട് കിടക്കും. ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാലാണ് കറക്റ്റ് പാകമാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ വേവിച്ച് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം. അത് ഇടയ്ക്ക് ഇതുപോലെ ആയോയെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഈ ചെറു വേവിൽ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഈ ഒരു ചെറു വേവാകുമ്പോഴാണ് ഇത് ആഡ് ചെയ്യേണ്ടത്. എന്നാൽ ഇതിനുള്ള എരിവും കാര്യങ്ങളൊക്കെ ശരിക്കും അതിൽ പിടിക്കുകയുള്ളൂ. നമ്മൾ എക്സ്ട്രാ മുളകൊന്നും ചേർക്കുന്നില്ല, മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കാൻ. വേവിച്ച് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയാൽ പാകത്തിന് വേവായതിന് ശേഷം വിനാഗിരി ആഡ് ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഇത് സെർവ് ചെയ്യാവുന്നതാണ്.